ചെറിയ ശേഷം വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ എൻ്റെ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ ട്രാവൽ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത കൂടെ. മറ്റൊന്നുമല്ല, ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ഉണ്ട്. ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമില്ല. അതിലേലും നമുക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇത് നോക്ക്, എന്തൊരു കാറ്റാണെന്ന് നോക്കിയേ. ഇത് കാരണം തന്നെ നമുക്ക് അടുത്തുള്ള ഐലൻഡിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാര്യം ഐലൻഡിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ ബോട്ടിൽ പോകണം. അപ്പം സൈക്ലോൺ ത്രെട്ടും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അത് മിസ്സായിട്ടുണ്ട്. നമുക്ക് എന്ത് രസമാണ് അവിടെ കാണാനെന്ന്. ഇത് നമ്മൾ ലഞ്ച് അന്വേഷിച്ച ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഹോം സ്റ്റേ കണ്ടതല്ലേ, ഹോം സ്റ്റേ എന്നുള്ള അന്വേഷണമാണിത്. പോകുന്ന വഴിയിലായിട്ട് ഇങ്ങനെ കണ്ടതാണ്. പോലീസ് സ്റ്റേഷൻ കണ്ടു. പോലീസ് സ്റ്റേഷനിൽ ഇവിടെ എല്ലാം ബ്ലൂ കളറിൽ ആണ് ഇവിടെ എല്ലാവരും എഴുതിയിരിക്കുന്നത്. നോക്ക്, ഒരു നമ്മുടെ പോലല്ലല്ലോ അല്ലേ, നോക്കി എന്ത് വ്യത്യാസമാണ് കാണുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാനത് എടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് അവിടെ എല്ലാ പോലീസ് സ്റ്റേഷനും നമ്മളെ കാണാൻ കിട്ടുന്നത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ ബീച്ചാണ്, ഇതൊരു ബീച്ച് സൈഡിലായിട്ടാണ് ഞങ്ങൾ ഹോം സ്റ്റേ എടുത്തിരുന്നത്. അപ്പം ഞാൻ ഹോം സ്റ്റേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, കാണാത്തവർ കണ്ടു നോക്കണേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒത്തിരി ഫീഡ്ബാക്ക് അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ടുള്ള. ഇത് നോക്ക്, ഇത് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ. അപ്പോൾ ആ ഹോം സ്റ്റേയിലെ ആ ലേഡിയെ നമ്മൾ കാണിച്ചിരുന്നല്ലോ, അവർ പറഞ്ഞ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, ദാ പച്ച കളർ. വീണ്ടും നമ്മൾ ആ ഹോം സ്റ്റേയിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പച്ച നിറം ഇവിടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെനു ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഇവിടുത്തെ മെനു ഒക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ ദാ മെനു കാർഡ് നോക്കുക. ഇതിലെ പ്രൈസ് റുപ്പീസിൽ തന്നെ കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റുപ്പീസ് അല്ല, അതൊക്കെ നമ്മുടെ ആ ലോക്കൽ മാർക്കറ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൈസിനെ ഓൾമോസ്റ്റ് ഡബിൾ ആക്കിയാൽ മതി, അതാണ് നമ്മുടെ മണിയാവുമ്പം ആവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഇവരുടെ തന്നെ ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന്. അപ്പം ഞങ്ങൾ ഇതിൽ നോക്കി എന്തെല്ലാം മുഖയോ കണ്ടു, പലതൊന്നും മനസ്സിലായില്ല. എങ്കിലും മനസ്സിലായെന്ന് തോന്നിയ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ 2 പേരും, ഞാൻ ഹസ്ബൻഡും. ഞാൻ റൈസും അപ്പളം മീൻ കറിയായിരുന്നു, മറ്റേത് ചിക്കൻ കറിയായിരുന്നു. മറ്റേ റൈസും ഇതൊക്കെ സ്പെഷ്യൽ തന്നെ. പിന്നെ ഇത് നോക്ക്, ഇതെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അതായത് ഇത് ആപ്പിളും കാന്താരിയും നാരങ്ങ നീരും കൂടെ സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കോഴി ഇതുകൊണ്ട് നാരങ്ങ പൂത്ത് കിടക്കുന്നു. നോക്കി, നാട്ടുമ്പുറത്തെയൊക്കെ വീടുകൾ പോലെ. മുരിങ്ങ, പൂളോ, അതാ കോഴിവാലൻ, കപ്പ ഏട്ടാ, നിൽക്കുന്നു കപ്പ പിഴുതു നോക്കിയാലോ. ഈ റോഡിൽ എന്താ മനുഷ്യന്മാരൊന്നും കേട്ടോ. ടെമ്പിൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് 2 കുട ഒടിഞ്ഞു പോയി. അപ്പോൾ ആ മാഡത്തിന് വേണ്ടി ഈ കുട വാങ്ങിക്കാനുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടു വഴിയിലായിട്ട്, ജസ്റ്റ് കാർ നിർത്തി അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ലോക്കൽ കടയാണ്. അപ്പോൾ ഇവിടെ കുട കിട്ടുമോ എന്നറിയാൻ കിട്ടി. 2 കുട മാഡത്തിനായിട്ട് നമ്മൾ വാങ്ങിച്ചു. ഒരു മര്യാദ എന്ന് പറയുന്ന ഒരു ഇത് നമുക്കും വേണ്ടേ. അപ്പം ഒടിച്ച് കളഞ്ഞത് വാങ്ങി മാഡത്തിനെ ഏൽപ്പിക്കാനായിട്ട് വാങ്ങിയതാണ്. തിരിച്ചുള്ള മടക്കയാത്രയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഉണ്ട് കേട്ടോ. ഇതൊരു ചെറിയൊരു ബിൽഡിങ്ങോ അവിടെ ഒരാളും ഇരിക്കുന്ന ഒരു സെമിത്തേരിയാണ്. അതിൻ്റെ കെയർ ടേക്കർ ആളെന്ന് വിചാരിക്കുന്നു. അപ്പം പള്ളിയോട് ചേർന്നല്ലേ സാധാരണ സെമിത്തേരികൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്, എനിക്കറിയില്ല അങ്ങനെ ആണോ എന്തോ. അതിൽ ഇവിടെ കണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മുസ്ലിംസിൻ്റെയും അതായത് ഹിന്ദുസിൻ്റെ എല്ലാം അടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം ഇതിലോട്ട് ഒരു വഴിയുണ്ട്, ഒന്ന് സൂം ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു അമ്പലവും പള്ളിയൊക്കെ ഞാൻ കണ്ടു. എന്താണെന്ന് ഡീറ്റെയിൽസ് അറിയില്ല, എങ്കിലും അതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. എന്തിൻ്റെ പൂവായത് പറക്കുന്നത്? എൻട്രിയോട് ഏത് വഴി കേട്ടോ? നമ്മൾ അപ്രവാസി ഘാട്ടി കണ്ട പോലെ തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ ആൾക്കാരാരുമില്ല ഇവിടെ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടല്ലോ, സ്കൂട്ടറിൽ 2 പേര് പോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ എൻട്രിയാണ് ഇത്. മുകളിൽ ചെന്നു. പക്ഷേ ഒരു കുഴപ്പം മാത്രം, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നിറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കാട് പോലെ ഉണ്ടാക്കിയിരിക്കുക. ഇതിനകത്ത് കയറണമെങ്കിൽ ഫോൺ ബാഗിനകത്ത് ഇടണമെന്നിവിടെ കമ്പൽസറി എഴുതിയിട്ടുണ്ട്. അതുപോലെ മാസ്ക് മസ്റ്റ്. അപ്പം കാഴ്ചകൾ നിങ്ങളോട്ട് എത്തിക്കാൻ പറ്റിയില്ല. കാര്യം അവിടെ നമ്മൾ അപ്രവാസി ഘാട്ടിൽ പറഞ്ഞ പോലെ അന്ന് അവർ വന്ന ഷിപ്പിൻ്റെ പാർട്ട് എല്ലാം നമുക്ക് കാണാൻ കിട്ടി. പക്ഷേ ഫോട്ടോഗ്രാഫി അലൗഡല്ല. ആരെങ്കിലും വരുന്നവർ അവിടെ വന്ന് ഇത് മസ്റ്റായിട്ടും കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. മുംബൈയിലേക്കുള്ള മടക്കയാത്രയിലാണ് നമ്മളിപ്പോൾ. അതിനായിട്ട് നമുക്ക് എയർപോർട്ടിലെത്തണം. അപ്പം ഈ കാർ ആദ്യം നമുക്ക് അവിടെ തിരിച്ചേൽപ്പിക്കണം. അപ്പോൾ 6 ദിവസമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു. അത് കാരണം തന്നെ പിരിയാനൊരു നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ സൈഡിലായിട്ട് നോക്ക്, നമ്മുടെ അന്നത്തെ ആ അമ്പലം കാണുന്നത്. അതുപോലെ ഈ ആൽമരം കണ്ടപ്പോൾ എനിക്കന്ന് കുറേ കമൻസ് വന്നു. മണിമത്തൂരിലെ 1000 ശിവരാത്രി അങ്ങനെ എന്തോ ഒരു മൂവിയിലെ ആൽമരം പോലെ തോന്നുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇവിടെ സൈഡിലായിട്ടുള്ളായിരുന്നു അന്ന് അമ്മയും മോളും കൂടെ കാന്താരി അച്ചാർ നമുക്ക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നെ. അങ്ങനെ എന്തോ വല്ലാത്തൊരു
പ്രയാസം ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോകുന്നതിന്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി, കാറ് തിരിച്ചേൽപ്പിക്കാൻ സത്യം പറയാമല്ലോ എനിക്ക് നല്ല വിഷമം തോന്നി. എന്നെ ഒരു അപകടവും ഒന്നും പറ്റിക്കാതെ തന്നെ നമുക്കതവിടെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റി. അത് തന്നെ നമ്മുടേതല്ലെങ്കിൽ പോലും ഒന്നിനെ അങ്ങനെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞെങ്കിലും പോലും എന്തോ അത് കൊടുക്കാനൊരു വിഷമം തോന്നി, അറിയില്ല. പിന്നെ നമ്മളെ അന്ന് അറ്റൻഡ് ചെയ്ത ആൾ, ആ വീഡിയോ കാണുന്നവർക്ക്, ഫസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും. ആൾ നമ്മളെ വീണ്ടും അറ്റൻഡ് ചെയ്ത് കാറെല്ലാം ചെക്ക് ചെയ്ത് അവരെ തിരിച്ചേൽപ്പിച്ച് നമ്മൾ മടക്കയാത്രയിലാണ്. അതുപോലെ ഈ യാത്രയിൽ നമുക്കൊരു സൺസെറ്റ് കൂടെ കാണാം. പലരും കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Welcome to Mumbai, ladies and gentlemen. We have just landed at Chhatrapati Shivaji Maharaj International Airport. അങ്ങനെ നമ്മൾ മുംബൈയിലെത്തി. നമുക്ക് ഡൽഹിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് മുംബൈയിൽ വന്നിട്ട് മുംബൈയിൽ നിന്ന് പിന്നെ കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ഡൽഹിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായിട്ടുള്ളൂ. നമുക്ക് ഡൽഹി ഫ്ലൈറ്റിൻ്റെ ടൈം വെളുപ്പിന് 5 മണിയാണെന്ന് തോന്നുന്നു. 5 മണിയാണ്. അപ്പം നമ്മൾ ഇമിഗ്രേഷൻ കൗണ്ടറിലൊക്കെ വന്നു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ലഗേജസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടത്. അപ്പം ലഗേജസിൽ നമുക്ക് എന്താ ഉള്ളതെന്ന്, ഈ ലഗേജിൽ എന്താ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ചീമച്ചക്ക സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പഴയ വീഡിയോസ് എല്ലാവരും ഒന്ന് പോയി, ഞാൻ ട്രാവൽ വ്ളോഗ്സിൻ്റെ ലിങ്ക്സ് ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാവേ, പോയി കാണണേ, ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടുന്ന് പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ അന്ന് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, ഒത്തിരി വള്ളം ഒത്തിരി അതവിടെ വെച്ചിട്ടുണ്ട് എന്ന്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഞാനന്ന് അപ്പം കണ്ടപ്പോൾ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ QR കോഡ് സഹിതം അവരവിടെ വെച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള വള്ളങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മുംബൈ ട്രിപ്പിൽ നമുക്ക് സൺസെറ്റ് കണ്ടെങ്കിൽ നമുക്ക് ഡൽഹി ട്രിപ്പിൽ ഒരു സൺറൈസ് ആയാലോ? അങ്ങനെ നമ്മൾ ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അങ്ങോട്ട് പോകുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നല്ലോ, ഇതുപോലെ ഡൽഹി എയർപോർട്ടിൽ കാണിക്കുന്ന യോഗയുടെ ഒരു പോസ്റ്റേഴ്സ് കുറേ ഞാൻ കാണിച്ചില്ല. ഇത് അതുപോലെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിൻ്റെ മുദ്രകളെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു 2 കാര്യം നമ്മൾ 2 ഇതിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാൻ വിചാരിച്ചതിൽ എന്നെ പോലൊരു വെറും എന്താ പറയുക, തുടക്കമല്ല, തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും സപ്പോർട്ടൊന്നും ഇല്ലാത്ത എന്നെ പോലെ ഒരാളുടെ ട്രാവൽ സീരീസിന് കുറച്ചെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു. അതിൽ എൻ്റെ ഫ്ലാക്കിൻ്റെ വീഡിയോയ്ക്ക് 1.7K വ്യൂസ് നിങ്ങൾ തന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിങ്ങളും മൗറീഷ്യസ് യാത്രകൾ എൻജോയ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. അപ്പം തുടർന്നും നല്ല നല്ല ട്രാവൽ വ്ളോഗ്സ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം തുടർന്നുള്ള യാത്രകളോടും മഴയോടും ഒന്നും എനിക്ക് എന്നും പ്രണയമാണ്. അത് തുടർന്നുള്ള നമ്മുടെ യാത്രാ വ്ളോഗ്സിൽ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ഒരുപാട് നന്ദി.